നഗരത്തെ കീറിമുറിച്ച് രണ്ടത്താണിയിലൂടെ കടന്നുപോകുന്ന ആറുവരിപ്പാതയിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരത്തിൽ സംഘർഷം. പോലീസും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറം രണ്ടത്താണിയിൽ നടന്ന സംഭവത്തിൽ സ്ത്രീകളടക്കം 14 പേരെ കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. രണ്ടത്താണിയിൽ അടിപ്പാത വേണമെന്ന തുടർ സമരത്തിന്റെ ഭാഗമായാണ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ദേശീയപാത ഉപരോധിക്കുമെന്ന വാർത്ത പരന്നതോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വൻ പോലീസ് സേനയും രണ്ടത്താണിയിൽ എത്തിയിരുന്നു. വൈകുന്നേരം 5:00 പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു. ഇതിനിടയിൽ പുതിയ പാത വഴി പോലീസ് വാഹനങ്ങൾ കടത്തിവിട്ടത് പ്രതിഷേധക്കാരെ പ്രകോപിച്ചു. KNRCയുടെ നിർമ്മാണ യൂണിറ്റ് നിൽക്കുന്ന പൂവൻചന വരെ മാർച്ച് നീട്ടിക്കൊണ്ടുപോയ സമരക്കാർ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി. തുടർന്ന് ഇവിടെയുള്ള മേൽപ്പാലം വഴി തിരിച്ച് മാർച്ച് നഗരത്തിലേക്ക് തിരിച്ചെങ്കിലും സമരക്കാർ അപ്രതീക്ഷിതമായി പാത ഉപരോധിക്കുകയായിരുന്നു. ഇതോടെ പോലീസ് നടപടികൾ ആരംഭിച്ചു. മുൻനിരയിലുണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഇവരെ ബലം പ്രയോഗിച്ച് പോലീസ് വാനിലേക്ക് കയറ്റാൻ ശ്രമിച്ചതും സംഘർഷത്തിലേക്ക് വഴിവെച്ചു. സമരക്കാരടക്കമുള്ളവർ പോലീസ് വാൻ തടഞ്ഞു. ഇവരെ പോലീസ് വിരട്ടിയോടിക്കുകയായിരുന്നു. ഇതിനിടെയാണ് പ്രദേശവാസിയായ തൈക്കാടൻ അബ്ദുവിനെ അടിയേറ്റത്. സമരക്കാരെ മുഴുവൻ നീക്കിയതിനു ശേഷം ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. വാഹനം കടത്തിവിടുന്നതിനിടെ യാത്രക്കാരും സമരക്കാരും തമ്മിലുള്ള വാക്കുതർക്കവും ഉണ്ടായി. ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വ്യാപാരികൾ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് 14 പേരുടെ അറസ്റ്റാണ് കാടാമ്പുഴ പോലീസ് രേഖപ്പെടുത്തിയത്. കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. KNRC അധികൃതരുമായി ചർച്ച നടത്താൻ സൗകര്യമുണ്ടാക്കാമെന്ന താനൂർ DYSP VV ബെന്നി അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധത്തിന് സമാപനമായത്. നിലവിൽ സ്കൂൾ, ആശുപത്രി, മസ്ജിദ്, മദ്രസ, പ്രധാന ഓഫീസുകൾ, ലൈബ്രറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം റോഡിന്റെ ഇരുഭാഗത്താണുള്ളത്. ഇരുവശങ്ങളിലേക്കും കടക്കാൻ കിലോമീറ്ററുകളോളം ചുറ്റണം. ഇതിന് പരിഹാരമായി പാത മുറിച്ച് കടക്കാൻ അടിപ്പാത വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം വിവിധ സമരപ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും സ്ഥലം MP, MLA എന്നിവരുടെ ഭാഗത്തുനിന്നും അനുകൂലമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷൻ കൌൺസിലിന്റെ ആരോപണം. മലബാർ ടൈംസ്, കാടാമ്പുഴ.